ജനാധിപത്യവും മതേതരത്വവും മുറുകെ പിടിച്ചുകൊണ്ട് സ്ത്രീകൾക്കൊപ്പമായി സ്ത്രീപക്ഷവാദിയായി ഒരു കൊടിയുടെ നിറഭേദമില്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി രാഷ്ട്ര നിർമ്മാണത്തിൽ വനിതകൾക്കുള്ള സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആക്ച്വലി ഞാൻ ഭയങ്കര സന്തുഷ്ടയാവുകയും ഞാനൊരു വേറൊരു ലെവൽ രാഷ്ട്രീയത്തിലല്ലെങ്കിൽ കൂടി വേറൊരു ലെവലിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് സ്ഥാനം കൊടുക്കുകയും സ്ത്രീകൾ മുൻപോട്ട് വരും രാഷ്ട്രീയത്തിൽ അല്ലാതെ തന്നെ രാഷ്ട്രീയം എൻ്റെ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് എൻ്റേതായ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മാമിനെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. ലേഡി വിത്ത് ദ വിങ്സ് 26-ന് റിലീസാണ്. അപ്പം ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ വനിതയ്ക്കുള്ള സ്ഥാനം മാം പലപ്പോഴും ഊന്നിപ്പറയുകയും അതിൽ ഞാൻ ആകൃഷ്ടയാകുകയും ചെയ്തതുകൊണ്ടാണ് മാമിനെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വന്നത്. താങ്ക് യു വെരി മച്ച്. സോഫിയുമായിട്ട് ഉള്ള ഈ സംഭാഷണം തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത്. താങ്കൾ തുടക്കത്തിലേ തന്നെ പറഞ്ഞ 2-3 വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ജനാധിപത്യ സംരക്ഷണം, മതേതരത്വ സംരക്ഷണം കൺസ്ട്രക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ത്രീകൾക്കുള്ള പങ്കിനെ കുറിച്ചാണ് താങ്കൾ സൂചിപ്പിച്ചത്. അതെ, സത്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കും, സ്ത്രീകളെ ആരെ മാറ്റി നിർത്തുന്നത്? നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ വരൂ എന്ന് പറയേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയേണ്ട കാര്യം എന്താ? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പുരുഷന് ഈ ജനാധിപത്യ സംരക്ഷണത്തിലും ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ ആസ്വദിക്കാനും അതൊക്കെ എക്സർസൈസ് ചെയ്യാനുമുള്ള പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വവും അവകാശവും സ്ത്രീകൾക്കുണ്ട്. പക്ഷേ വേദികൾ കുറയുന്നു എന്നൊരു അതായത് അങ്ങനെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ലെവലിൽ നിന്നുകൊണ്ട് തിരിച്ചു കയറി വന്ന് ഐ ആം ഓൾസോ എക്വിപ്ഡ് ഫോർ ദിസ് എന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീകൾക്ക് ഒരു പക്ഷേ വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരു സ്ത്രീക്ക് വേണ്ടതേ സ്വയം പര്യാപ്തതയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. ജീവിതമാകുമ്പോൾ പലരും വന്നും പോയെന്നൊക്കെ ഇരിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചാൽ ഒരുത്തിനെയും പേടിക്കണ്ട. തീർച്ചയായിട്ടും നമ്മുടെ ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് അങ്ങനെയായിരുന്നു. കുറേ കാലം നമുക്കറിയാമല്ലോ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരുന്നൊരു കാലഘട്ടം, സ്ത്രീകളുടെ ആരോഗ്യത്തിന് വലിയ ഊന്നൽ കൊടുക്കാതിരുന്ന കാലഘട്ടം, സ്ത്രീകൾ യാത്ര ചെയ്തിട്ടുണ്ടോ ഇത്രയൊക്കെ പണ്ട്? ഇല്ല. അങ്ങനെ ഏത് മേഖലയിലും സ്ത്രീകൾ പിന്നെ അതിൽ നിന്നൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സംസ്കാരത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ച് ഇതൊക്കെ വലിയ കാര്യമെന്ന് വെച്ച് കൊണ്ടുവരുന്നത്. ഇപ്പം അതിന് കുറെ മാറ്റം വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പെൺകുട്ടികൾ ഇന്ന് മുന്നിലാണ്, സ്ത്രീകളുടെ രാഷ്ട്രീയ ഇടപെടലിന് മുന്നിലാണ്, സ്ത്രീകൾ സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നിലാണ്, അപ്പോൾ സ്ത്രീകൾ മറ്റ് പൊതുബോധത്തിൻ്റെ കാര്യത്തിൽ മുന്നിലാണ്. അതൊക്കെ കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയ മാറ്റം. അതിനകത്ത് ഒരുപാട് ആളുകളുടെ ഇടപെടലുകളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമല്ല സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുണ്ട്. പിന്നെ നമ്മളവിടെ കാണേണ്ട ഒരു കാര്യം നമുക്കുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അറിയാവുന്നവർ വളരെ ചുരുക്കം, അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അല്ല, പഠനമെന്ന് പറയുന്നത് സ്കൂളിലെ സിലബസിന്റെ ഭാഗമായിട്ട് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് പൊതുബോധം എന്ന് പറയുന്നത് നമുക്ക് ആർജിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മളുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവണം, അതിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിയമസാക്ഷരത അങ്ങനത്തേക്കുള്ള ഞാൻ അത്തരം ഒരു വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ നമ്മളും കൂടി അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ള ബോധം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു കുറേ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ തന്നെ ഇപ്പം ജെൻസി എന്തൊക്കെ പറഞ്ഞാലും പല പ്രക്ഷോഭങ്ങളിലും പല വിഷയങ്ങളിലും അഭിപ്രായം പറയാൻ മടിയില്ലാത്ത സ്ത്രീകളുണ്ട്. മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതലും കേരളത്തിൽ റിയാക്ടിവിറ്റി ഉണ്ട്. ഒരു വിലക്കയറ്റമായാലും അതല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും മറ്റ് പൊതുവായ വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ യുദ്ധത്തെക്കുറിച്ച് ചോദിച്ചാലും വഴിയേ പോകുന്നൊരു സ്ത്രീയോട് ചോദിച്ചാൽ അവർക്കൊരു അഭിപ്രായമുണ്ട് അല്ലേ? ആ അഭിപ്രായം പറയാനുള്ള അവരുടെ ആർജവവും അതോടൊപ്പം അവർക്ക് പിന്നെ അവരുടെ അവകാശത്തെക്കുറിച്ചുള്ള ബോധം കൂടി ഉണ്ടായി ഈ പ്രശ്നം. അതെ, അവയർനെസ് കുറച്ചുകൂടെ ഉണ്ടാവേണ്ടതുണ്ട്. കാര്യം കുറേ മേഖലകൾ മാത്രമേ സ്ത്രീകൾ മുൻപോട്ട് വരുന്നു കേരളത്തിൻ്റെ വെച്ച്. കാര്യം നമ്മൾ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ കുറവാണല്ലോ. എഡ്യൂക്കേഷൻ ലൈനിൽ ഒരുപാടുണ്ടെങ്കിൽ പോലും ഒരു വ്യാവസായിക തലത്തിൽ കുറവായതുകൊണ്ട് സ്ത്രീകൾ ആ മേഖലകൾ കവർ ചെയ്യാൻ എത്തുന്നില്ല എന്നൊരു പ്രോബ്ലം ഉണ്ട്. ബിന്ദുവേ ഓക്കെ തൂക്കിട്ട് പോ.
കണ്ട്രാക്ക് ഇവിടെ കിടന്ന് കറങ്ങാതെ ഇന്നലെ ആ ശശിമേശ്വരി കെട്ടി കെട്ടുപോയി നോക്കിയ അത് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല, കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതിന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവം കൊണ്ടുവരാൻ നോക്കണം. അതെ, ബോധപൂർവം. ഇപ്പോൾ സ്ത്രീകൾ ഇല്ല, ഇപ്പം നമ്മൾ ഒരു മീറ്റിംഗ് നടക്കുന്നു, അവിടെ ഒറ്റ സ്ത്രീ ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രയാസമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനും ഒരു പ്രതിസന്ധിയും, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലൊരു എന്താ വാക്ക് പറയുന്നത്, അയ്യോ അത് ശരിയല്ലല്ലോ എന്നൊരു തോന്നലില്ല. ഒരു സ്ത്രീയും ഇല്ലെങ്കിലും വളരെ നന്നായിട്ട് ഉദ്ഘാടകനും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ പ്രസംഗിച്ച് എഴുന്നേറ്റ് പോവാണ്. സ്ത്രീ സാന്നിധ്യം തന്നെ പോരാ, 50% എന്നൊക്കെ പറഞ്ഞ് ഈ കണക്കാരാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ കടന്നു വരണം. സ്ത്രീകൾ കടന്നു വരണമെന്ന് പറഞ്ഞാൽ സമൂലമായ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവണമെങ്കിൽ സ്ത്രീകൾ കടന്നു വന്നേ പറ്റൂ. അപ്പോൾ സ്ത്രീയെ മാറ്റി നിർത്താൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമ്പോൾ ബോധപൂർവ്വം ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർജവവും ഒരു താല്പര്യവും ഒരു ആവേശവും സ്ത്രീകളും കാണിക്കണം. പക്ഷേ ഏത് തുറയിൽ ചെന്നാലും പാർശ്വവൽക്കരണം നമ്മൾ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 100% ഒരു സ്ത്രീകൾക്ക് ഒരു ഇക്വാലിറ്റി ഇൻ ജെൻഡർ കിട്ടുന്നില്ല. അത് നമ്മൾ കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ലാത്തതിൻ്റെ കാര്യം ഞാൻ പറയും, തിരിച്ചറിവിൻ്റെ ഒരു പ്രശ്നവും കൂടി. തിരിച്ചറിവിൻ്റെ കുറവെന്ന് പറയുന്നതല്ല, അത് നമ്മൾ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കേണ്ടതാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം പാടില്ല, ജാതി മത ചിന്തകൾ പാടില്ല. ഒരുമിച്ച് നിന്ന് ഒരു കുടുംബം നമുക്ക് നേരെ അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ത്രീക്ക് സമൂഹവും രാഷ്ട്രീയവും ഭരണവും ഒക്കെ കൊണ്ടുപോകാൻ കഴിയുന്നുള്ള ഒരു അപ്പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഒരു തിരിച്ചറിവിലേക്ക് സ്ത്രീകളും കൂടി എത്തണം. നിയമം എന്തെല്ലാം നിയമങ്ങളുണ്ട് ഇവിടെ, നിയമങ്ങളുടെ കുറവ് കൊണ്ടാണോ? അപ്പം നിയമങ്ങളൊക്കെ ശരിയായിട്ട് പ്രയോഗവൽക്കരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ എന്താ ഇവിടെ സംവിധാനം ഉള്ളത്? അപ്പം ഞാൻ വരുന്ന സർക്കാരിനോട് ഇറക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിരവധി നിയമങ്ങൾ, ഈ നിയമങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗവൽക്കരിക്കുന്നുണ്ടോ? നമുക്ക് സ്ത്രീധന നിരോധന നിയമം തന്നെ എടുക്കാം. ഈ നിയമം വന്നിട്ട് പതിറ്റാണ്ടുകളായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും, സ്ത്രീധനം വാങ്ങുന്നതിന് സാക്ഷി നിൽക്കുന്നതും സ്ത്രീധനം കൊടുക്കുന്നതിന് സാക്ഷി നിൽക്കുന്നതും കുറ്റകരവും ശിക്ഷാർഹമാണ്. ഇത് നമ്മൾ ആരും ഈ വ്യവസ്ഥിതി കാണുന്നില്ലേ? വാങ്ങുന്നവരെ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും സാക്ഷി നിൽക്കുന്നവരെ ലീഗലായിട്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ? അപ്പം പ്രയോഗവൽക്കരിക്കുന്നത് ശരിയായിട്ടാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, സുതാര്യമായ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാവണം എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കുണ്ട്. നിയമത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നേ പിന്നെ സ്ത്രീകൾക്ക് കുറേ വ്യത്യാസങ്ങൾ വന്നു. മിഡിൽ ക്ലാസ് ആൾക്കാർ വരും തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. അതിപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഇത്ര മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കാശ് ബാങ്കിൽ വരുന്നു. അപ്പോൾ ഫിനാൻഷ്യലി അവർ ഒരു ലേബർ ക്ലാസ് ഫാമിലി ആണെങ്കിൽ പോലും ഫിനാൻഷ്യലി സ്ത്രീകൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നു. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊരവസ്ഥ വരുന്നു. അപ്പോൾ ഈ ബിന്ദു എന്ന കഥാപാത്രം എൻ്റെ സിനിമയിലെ ലേഡി വിത്ത് ദ വിങ്സിലെ ആ കഥാപാത്രവും തൊഴിലുറപ്പ് പദ്ധതിയിൽ ബാഗിന് തിരിച്ചൊരുക്കില്ല. തിരുവാകടി നിന്റെ തൊള്ളയല്ലേ, അത്രയൊക്കെ നോക്കിയാൽ മതി ചൊരുക്ക്. കൊടു എന്നാ. ഇത് എന്തോ തരം ചോർച്ചില്ല മേലൊക്കെ. എന്തുവാടി നീ ചൊറിയുന്നേ? അയ്യേ, ഈ കൈ വെച്ചാന്നാ നീ മോളെ അടിക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് തന്നെ വലിയ വിപ്ലവകരമായിട്ട് അന്നത്തെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ ഉറപ്പാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ്. ഇപ്പൊ അതിന് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ കാണുന്നത് കാശ്മീർ മുതൽ കേരളം വരെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികെ അതിനകത്ത് പ്രത്യേകിച്ച് ക്ലാസ് ഇല്ല, ആളുകൾ എല്ലാ സ്ത്രീകളും ഒരു അഭിമാനമായിട്ട് ഞങ്ങളുടെ ഒരു തൊഴിലവകാശമായി അവകാശം ഞാൻ കാണലുണ്ട്. സത്യത്തിൽ പല സ്ഥലത്തും പോകുമ്പോൾ ആളുകൾ, വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുണ്ട്, എല്ലാ കുടുംബങ്ങളിലെ സ്ത്രീകളുണ്ട്. ഇതൊരു വൈറ്റ് കോളർ ജോബാണ് എന്ന് തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട്. പെൻഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഒരു അത് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ പദ്ധതി ഇവിടെ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, നമുക്ക് പട്ടിണി ഇല്ലാതെ ആക്കുന്നതിന്, സെൽഫ് റിലയന്റ് ആയിട്ട് സാമ്പത്തിക സ്വാശ്രയത്വത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ, വലിയൊരു സാമ്പത്തിക വിപ്ലവം തന്നെയാണ് അതിലൂടെ ഉണ്ടായിട്ടുള്ള സംരംഭങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാകും. ഉറപ്പായിട്ടും ഇത് വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് തൊഴിലുറപ്പിനെ പ്രമേയമാക്കി ഒരു കഥയുടെ കാര്യം താങ്കൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ആ തൊഴിലുറപ്പ്, ഈ നായിക എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നതും അതിൻ്റെതായ ഒരു അഹങ്കാരത്തോട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ അവളുടെ ഫാമിലി ലൈഫിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളിലാണ് അവളുടെ യാത്ര പോകുന്നത്. എങ്കിലും അവൾ ഒരു ബ്രേക്ക് ഡൗണിൽ കൂടെ പോവുകയും
നാട് വിട്ടു പോവുകയും തിരിച്ചൊക്കെ ചെന്നിട്ട് അവൾ തിരിച്ചു വന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സ്ത്രീകളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അവർക്ക് ഒരു ക്ലാസ് എടുത്ത് മൾട്ടിപ്പിൾ ഇൻകം എങ്ങനെ ഉണ്ടാക്കാം. ശ്രീജയ്ക്ക് സ്ഥിര വരുമാനം എന്താ ഉള്ളത്? നമ്മുടെ തൊഴിലുറപ്പ് അല്ലേ? അത് കഴിഞ്ഞാലോ തയ്യൽ. നിങ്ങൾക്ക് ഈ തൊഴിലുറപ്പ് ഈ 100 ദിവസത്തെ പരിപാടി അല്ലാതെ ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈമിൾട്ടേനിയസ്ലി നിങ്ങൾ മറ്റുള്ള മൾട്ടിപ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യുക. അല്ലെ വാർദ്ധക്യകാലത്തിലേക്ക് കുറച്ച് പൈസ മാറ്റി വെക്കുക. കുട്ടികളെയും മക്കളെയും ഭർത്താവിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ യു ഏൺ ഫോർ മീ എന്നുള്ളൊരു ലേബലിൽ നിർത്താതെ. അത് ഇത് നമ്മളൊരു കാര്യം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കി ഞാൻ മറ്റു സംസ്ഥാനങ്ങളിലെ പഠിക്കുന്നത്, ഞാൻ അവിടത്തേക്ക് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പൊതുമണ്ഡലത്തിൽ ഇറങ്ങി വരുന്നൊരു സ്ത്രീ അത് നന്നായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ മുന്നോട്ട് തന്നെ പോവുള്ളൂ. കാരണം ഭയങ്കരമായിട്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. ഒരു സ്ത്രീക്കാണ് കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം നോക്കിക്കേ, പണ്ടൊക്കെ പറയും സ്ത്രീകൾ തമ്മിൽ കൂടൂല, അവർക്ക് പരസ്പരം അസൂയാണ്, അങ്ങനെ ഇതൊന്നും അതൊക്കെ വെറുതെ വീട്ടിൽ തളച്ചിട്ടിരുന്നത് മാത്രമല്ല, ഇത് ആരുടെയൊക്കെ ആവശ്യമാണ്. എന്താ പറ്റിയേ എന്ന് നോക്കിയാൽ ഞാൻ എന്താ കൊണ്ടുവന്നേ? സ്ത്രീകളൊക്കെ പല വഴിക്കാണെന്ന് കാണിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. ഈ തൊഴിലുറപ്പിൻ്റെയൊക്കെ മേറ്റുമാര് അവരെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരൊക്കെ എത്ര ആർജവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അവരൊരു തൊഴിലിനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുക, ഇവരുടെ പണം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ മിനിറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ ചെയ്യുന്ന വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, ഒരുപാട് പേര് ആ മേഖലയിൽ നിന്നൊക്കെ കടന്നു വന്നിട്ട് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ പഞ്ചായത്ത് അവരൊക്കെ അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് ഉൾക്കൊണ്ട് നമുക്ക് കയ്യിൽ 10 പൈസ ഉണ്ട്, നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും, കുടുംബത്തിന് താങ്ങാവാൻ പറ്റും, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വാക്കിനേക്കാൾ അപ്പുറമായിട്ട് കുടുംബത്തിനെ നമ്മൾ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇടപെടാൻ എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് ഇന്നത് ചെയ്യാൻ. വരുമാനത്തിൻ്റെ തൂക്കമല്ല അവിടെ പ്രശ്നം, പണത്തിൻ്റെ വലിപ്പമല്ല അവിടെ പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആത്മവിശ്വാസമാണ് വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരു എമൗണ്ട് ഒന്നിച്ച് കിട്ടുമ്പോൾ പിന്നെ അത് സമ്പാദ്യശീലമൊക്കെ വരികയല്ലേ. അപ്പോൾ അതുപോലുള്ള പദ്ധതികൾ മാം ഈ ഒരു ലെവലിൽ നിൽക്കുന്ന മാമിനോട് ഞാൻ പറയുകയാണ്, ഇനി ഇതുപോലുള്ള പദ്ധതികൾ എന്തൊക്കെ സ്ത്രീകൾക്ക് ചെയ്യാം. അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ വിദ്യാഭ്യാസം നിലവാരം ഉയർത്തുന്നത്, പിന്നെ ഈ പറഞ്ഞതുപോലെ സ്വാശ്രയ സംഘങ്ങൾക്ക് കൂടുതൽ പണം കൊടുത്തു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളിലും കുറച്ചുകൂടെ വിപുലമായ കുറച്ചുകൂടി നമ്മൾ ആ കൺവെൻഷണൽ ആയിട്ടുള്ള രീതികളിൽ നിന്ന് മാറിയിട്ട് പുതിയ ആധുനിക ലോകത്തിനനുസരിച്ച് ഇപ്പൊ എയുടെ ഒക്കെ കാലഘട്ടം അല്ലെ, ആ റോബോട്ടുകളും ഒക്കെ കാര്യങ്ങൾ നടത്തുന്ന ഒരു നമ്മുടെ സവിശേഷമായ കാലഘട്ടത്തിൽ അതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നവീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്തിനൊപ്പം നമ്മൾ ഓടണം. അതാണ് ഗ്ലോബൽ സിറ്റിസൺ ആണ്. നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ നമുക്കൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. കൾച്ചറിൽ നിന്ന് മാറി ഒരു ഗ്ലോബൽ സിറ്റിസണിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ന്യൂജൻ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ന്യൂജൻ എന്ന് പറയുമ്പോഴും നമ്മളൊരു 60 വയസ്സ് 70 65 വയസ്സുള്ളവരെയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്നത്? അവരുടെ ക്രയശേഷി ആക്ച്വലി അവരാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ. അത് മാത്രമല്ല, അവരുടെ ക്രയശേഷി ഇപ്പൊ സർക്കാർ ജോലി മാത്രം നോക്കുമ്പോഴാണ് പെൻഷൻ പ്രായത്തെ കുറിച്ചൊക്കെ പറയേണ്ടി വരുന്നത്. അവരുടെ ക്രയശേഷി നമുക്ക് സമൂഹത്തിന്റെ എല്ലാ സമൂലമായ മാറ്റത്തിനും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ടാവും. തീർച്ചയായിട്ടും ശരിയാണത്. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു യാത്രയെന്ന് ഞാൻ കാണിക്കുന്നതും എല്ലാ സ്ത്രീകളെയും, ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഈ ഒരു ലെവലിലേക്ക് അവൾ പിന്നെ ചാരിറ്റി ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നു, വൃദ്ധസദനങ്ങളിൽ പോകുന്നു, മെൻ്റൽ അസൈലത്തിൽ വർക്ക് ചെയ്യുന്നു, അവളുടെ സ്കില്ലിൽ അവളൊരു തയ്യൽ മീൻസ് ഒരു ഫാഷൻ ഡിസൈനിലേക്ക് പോകുന്നു. പണ്ട് ഈ ജോലിക്കാരെ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരികളെ കാണിക്കാനാണ് ഇവളിങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ നടക്കുകയും പുതിയ പുതിയ തുണികൾ തയ്ച്ചിട്ടുകൊണ്ട് പോയി ബ്ലൗസൊക്കെ തയ്ച്ച് പാറ്റേണൊക്കെ ആക്കി ശരിക്കും ഒരു ഓവർ ഗോഡി ആയിട്ടാണ് അവൾ ഒരുങ്ങി നടക്കുന്നത്. പക്ഷേ ആ സ്കിൽ അവൾക്ക് പിന്നെ ഫ്യൂച്ചറിലേക്ക് പ്രയോജനപ്പെടുക. അത് വലിയൊരു തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീ, സാധാരണ ഒരു സ്ത്രീ തൊഴിലുറപ്പ് ചെയ്ത് വന്ന് അവള് സ്വാഭാവികമായിട്ട് അവളുടേതായ സ്ട്രഗിൾ അവൾക്ക് കാണും. ജോലിയിൽ നിന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് ഉണ്ടാകുന്ന ജീവിതത്തിലെ
ഒരു മാറ്റം അവൾക്കുണ്ടായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അവളുടെ സാമൂഹ്യ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ആ മാറ്റത്തിൽ നിന്ന് അവൾ പിന്നോട്ട് പോകുന്ന കഥയല്ലല്ലോ. ഒരു വീഴ്ച വീണു, ആ വീഴ്ചയിൽ നിന്നാണ് അവർ ഉയരുന്നത്. അപ്പൊ ആ ഉയരുന്നതിനകത്ത് സാമൂഹ്യ പശ്ചാത്തലമാണ്. അപ്പൊ ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അവളെ എങ്ങനെ ഉയർത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ന് ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാൻ തലകുനിച്ചു നിന്നു, നീ കാരണം. എന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കണ്ണീരുണ്ടല്ലോ, നിന്നെ വിശ്വസിക്കാനുള്ള സമ്മാനമാണ്. അവളെ ഉയർത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് അവസരം കിട്ടി. ആ അവസരമാണ് അവൾ ഉപയോഗപ്പെടുത്തിയത്. പ്രായോഗികമായിട്ട് ആ അവസരം വളരെ കൃത്യമായിട്ട് ക്രിയേറ്റീവായിട്ട് നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് അവൾക്ക് തോന്നി കഴിഞ്ഞപ്പോൾ അവളെ സ്വയം അവള് വലുതാവുകയാണ്. അവൾക്ക് കൂടെയുള്ളവരെ പഠിപ്പിക്കാനുള്ള ശക്തി വരികയാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവൾ പിന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് കൂടെ മാറുകയാണ്. അവളെ കണ്ടുപഠിക്കേണ്ട, അവൾ മാതൃകയായി മാറുകയാണ്. സുഖാണോ മേഴ്സി? രാവിലത്തെ മരുന്ന് കഴിച്ചായിരുന്നോ? മേഴ്സി ഇപ്പം കാപ്പി പിടിക്കാൻ വരുന്നോ? ഞാൻ അങ്ങോട്ട് പോട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിനിമ എടുത്തതിൽ എനിക്ക് സന്തോഷമുള്ളൂ. താങ്ക് യു സോ മച്ച് മാം. മാമിന് ആ ഒരു വേവ് മനസ്സിലാവുന്നുണ്ടല്ലോ, വാട്ട് ഐ മെന്റ്, എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എല്ലാ സ്ത്രീകളും വരണമെന്നും വരാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജാണ് എല്ലാത്തും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും സിനിമ എനിക്ക് കാണണമെന്നുണ്ട്. വരണം. തീർച്ചയായിട്ടും പടക്കാൻ ലേഡി വിത്ത് വിങ്സ് എന്ന് പറയുമ്പോൾ പറക്കാൻ ആകാശമാണ് അതിരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ ലേഡി അവർ വളരെ താഴേന്ന് ഭൂമിയിൽ തൊട്ട് നിന്നയാളിന് പറക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന പറഞ്ഞപ്പോൾ ആദ്യം ഒരു കാക്കയായിട്ട് അവൾ കാണുന്നത്, അവൾ സ്വയമായിട്ട് കാണുന്നത്. അത് അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതെ അതെ അതെ. ഊടും പാവും അതിൻ്റെതായ നിമിത്തമുണ്ട്, വിധിയുണ്ട്, എന്തായി തീരും. അതിൽ നിന്ന് പിന്നെ അവൾ വരുന്നത് പരുന്തായി. എനിക്ക് ഒരുപാട് ആളുകളെ അങ്ങനെ അറിയാം. അപ്പം തീർച്ചയായിട്ടും ഇതൊരു പ്രമേയമായി ഒരു കഥയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സംവിധായക എന്നുള്ള നിലയിൽ സോഫി എടുത്തിട്ടുള്ള വലിയൊരു എഫർട്ടാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയും, എല്ലാവരും പറയും സ്ത്രീ ശാക്തീകരണം. ഇതൊരു വാക്കാണോ, ഒരു പ്രയോഗം കൊണ്ട് തീരുമോ? ഒരു സ്ത്രീയുടെ കഴിവുകൾ, അല്ലെങ്കിൽ അവൾക്ക് ജന്മനാ തന്നെ കുറെ കഴിവുകളുണ്ട്, പിന്നെ അവളെ ഇടപെടലുകൾ കൊണ്ട് കഴിവുണ്ട്, അമ്മയാകുമ്പോൾ കഴിവുണ്ട്, കുടുംബം നോക്കുമ്പോൾ കഴിവുണ്ട്. അമ്മയാകുക എന്ന് പറയുമ്പോൾ ഞാൻ പ്രസവിക്കുന്ന സ്ത്രീകളെ മാത്രം അമ്മ എന്ന് പറയുന്ന ആളല്ല. കാരണം ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയെ വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് അവളെ ആ കുട്ടിയെ വളർത്തുക എന്ന് പറയുമ്പോൾ അത് ആ മാതൃത്വമാണ്. എന്തായി കാണിക്കുന്നേ? അപ്പൊ ചിലര് പറയും മക്കളെ പ്രസവിച്ചിട്ടുള്ളവര് അത് അങ്ങനെ ഒരു വ്യത്യാസം പോലും അവിടെ വരുന്നില്ല. അപ്പൊ അവൾക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ്, പ്രകൃതി നൽകുന്ന ഒരു വലിയ വരദാനമാണ്. അത് ചേർത്ത് പിടിക്കലും അതുപോലെ തന്നെ ഒരാളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവരെ സഹായിക്കലും, അവളെ വളർത്തുന്നത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് ഞാൻ അറിഞ്ഞില്ല, ആൺകുട്ടിയായാലും പെൺകുട്ടിയെ വളർച്ചയുടെ ഘട്ടത്തിൽ അവരെ സഹായിക്കലും അങ്ങനെ ഒരു പൗരനെ സൃഷ്ടിക്കലും ഒക്കെ കിട്ടുന്ന അവസരം എത്ര ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കഴിവുകൾ അങ്ങനെ വരട്ടെ, എഴുത്തുകാരുടെയും സംവിധായകരുടെയും ഒക്കെ കഴിവുകൾ അങ്ങനെ പ്രതിഫലിക്കട്ടെ. അത് തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണപരമാകട്ടെ. എനിക്ക് കുറെ നാളുകൊണ്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു മാധ്യമത്തിലൂടെ എനിക്ക് ഈ ഒരു വിഷയത്തിലൂടെ കാണാൻ പറ്റിയതിലും മാം ഇത്രയും കോപ്പറേറ്റീവ് ആണെന്ന് എനിക്ക് നേരിട്ട് അറിയാൻ പറ്റിയതും. ആക്ച്വലി യു ആർ എ പബ്ലിക് പേഴ്സൺ, അത് അഡ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.